ഡോക്ടർ അരുണിലേക്കാണ്. SDPI CPM ഡീലാണോ? സ്മൃതി, ഡീലുണ്ടെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. രണ്ട് വാചകങ്ങൾ നേരത്തെ സുനിൽ പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട കോട്ടുകൾ തന്നെയാണ്. ഒന്ന് CP ലത്തീഫിൻ്റെ SDP സംസ്ഥാന പ്രസിഡന്റ് നമുക്ക് നൽകിയിരിക്കുന്ന ബൈറ്റിലും മറ്റൊരു മാധ്യമത്തിന് നൽകിയിരിക്കുന്ന പ്രതികരണത്തിലും വന്നിരിക്കുന്ന രണ്ട് ഭാഗങ്ങൾ ഞാൻ വായിക്കാം. ഡീലുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആ പാർട്ടിയുടെ രണ്ട് മുതിർന്ന നേതാക്കൾ തന്നെ പറയട്ടെ. ഒന്ന്, CP ലത്തീഫ് പറയുന്നു, യാതൊരു ധാരണയുമില്ല, LDFന് വേങ്ങരയിൽ വോട്ട് നൽകാൻ പാർട്ടിക്കൊരു നിർബന്ധവുമില്ല, പാർട്ടിക്ക് വേണ്ടെങ്കിൽ LDFന് വേണ്ടെങ്കിൽ ഞങ്ങൾക്ക് നൽകാൻ ഒരു നിർബന്ധവുമില്ല എന്നാണ് പറയുന്നത്. LDFന് പിന്തുണ നൽകിയിട്ടില്ലാത്തതിനാൽ അവർക്ക് വോട്ട് വേണ്ടെന്ന് പറയുന്നത് പാർട്ടിയെ ഒട്ടും ബാധിക്കുന്ന വിഷയമേ അല്ല. SDP പ്രവർത്തന ശൈലി എന്താണ് എന്ന് CPM നേതാവ് MA ബേബി പഠിപ്പിക്കണ്ട എന്നാണ് CP ലത്തീഫ് പറയുന്നത്. ഇങ്ങനെ CPMനെ വിമർശിച്ചുകൊണ്ട് നിൽക്കുന്ന CP ലത്തീഫ് എങ്ങനെയാണ് CPMുമായിട്ട് ധാരണയുണ്ടെന്ന് പറയാൻ കഴിയുക? അതൊന്ന്. ഇനി MA ബേബിയുടെ പ്രസ്താവന നേരത്തെ പറഞ്ഞു. MA ബേബിയുടെ പ്രസ്താവന ഇങ്ങനെയാണ്: SDP ഒരു നീക്കുപോക്കുമില്ല, അവരുടെ ശൈലി ജനാധിപത്യ പ്രവർത്തനത്തിന് ഗുണമല്ല എന്ന നിലപാടുള്ള പാർട്ടിയാണ് CPM. അപ്പോൾ ഒരു ഡീൽ ഉണ്ടാക്കാൻ SDP-യും CPM-ഉം പരസ്യമായി ഇതുവരെ തയ്യാറായിട്ടില്ല. ഇനി രഹസ്യമായിട്ട് എന്തെങ്കിലും നീക്കുപോക്കുണ്ടായിട്ടുണ്ടോ? എൻ്റെ കയ്യിലില്ല, സ്മൃതിയുടെ മാധുവിൻ്റെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. ഒരു തെളിവുമില്ല, ഇതൊരു ആരോപണം മാത്രമാണ് നിൽക്കുന്നത്. പക്ഷേ ഈ ആരോപണത്തിനൊരു പ്രശ്നമുണ്ട് സ്മൃതി. ഈ ആദ്യത്തെ ഡീൽ ആരോപണം വന്നത് എവിടെ നിന്നാ? VD സതീശൻ്റെ ഭാഗത്തു നിന്നാ. എന്താ ആരോപണം? BJP-യുമായി CPM ഡീൽ ഉണ്ടാക്കിയിരിക്കുന്നു. ഈ ആരോപണം വന്നിരിക്കുന്നത് എവിടെ നിന്നാ? VD സതീശൻ്റെ ഭാഗത്തു നിന്നാണോ? അല്ല, വന്നിരിക്കുന്നത് രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്ന്. SDP-യുമായി രണ്ട് മണ്ഡലങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, മങ്കടയിലും മഞ്ചേശ്വരവും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ പ്രതികരണം വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് പറയുക നിങ്ങൾ BJP-യുമായി ഡീൽ ഉണ്ടാക്കിയിരിക്കുന്നു, VD സതീശൻ. മറുഭാഗത്ത് രമേശ് ചെന്നിത്തല പറയുന്നു നിങ്ങൾ SDP-യുമായിട്ട് ഡീൽ ഉണ്ടാക്കിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ കേരളത്തിലെ മുഴുവൻ ആളുകളുമായിട്ടും CPM ഡീൽ ഉണ്ടാക്കിയിട്ടിരിക്കുന്നു എന്നുള്ളതാണോ ഈ നേതാക്കൾ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. BJP-യുമായി ഡീൽ ഉണ്ടാക്കിയിരിക്കുന്ന CPM എങ്ങനെ SDP-യുമായിട്ട് ഡീൽ ഉണ്ടാക്കുക? SDP-യുമായിട്ട് ഡീൽ ഉണ്ടാക്കിയിരിക്കുന്ന CPM എങ്ങനെ BJP-യുമായിട്ട് ഡീൽ ഉണ്ടാക്കിയ? ഏതെങ്കിലും ഒരിടത്ത് ഉറച്ചു നിൽക്കാനാണ് നമുക്ക് നേതാക്കളോട് പറയാനുള്ളത്. ഇതിന്റെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഡീൽ ആരോപണം എപ്പോഴാണ് ഉന്നയിക്കുന്നത്? ഒരു രാഷ്ട്രീയ അതാ പറഞ്ഞത്, രണ്ടും എങ്ങനെ സാധ്യമാവും? ഇത് രണ്ടും എങ്ങനെ കേരളത്തിൽ സാധ്യമാവും? SDP-യും BJP-യും തമ്മിൽ ഒരു സഖ്യം സാധ്യമാണോ കേരളത്തിൽ? ആ അർത്ഥത്തിൽ സാധ്യമല്ലല്ലോ. അതല്ലേ നിയമത്തിൽ നമ്മൾ കണ്ടത്. എല്ലാ കാലങ്ങളിലും SDP-യും മറുഭാഗത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് ചെയ്യുന്നത് BJP അകറ്റി നിർത്താൻ വേണ്ടിയല്ലേ? അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം സ്മൃതി, എനിക്ക് മനസ്സിലാകാതെ പോകുന്നത് ഈ ഡീൽ ആരോപണം വരുന്നത് പരാജയഭീതിയിൽ നിന്നാണോ എന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ചില നേതാക്കൾ ഈ ഡീൽ ആരോപണം ഉന്നയിക്കുന്നത്, തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പിന് തൊട്ട് മുമ്പ് ഡീൽ ആരോപണം ഉന്നയിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ഇപ്പോൾ തൃശ്ശൂരിൽ അത് ആദ്യം ഉന്നയിച്ചത് മുരളീധരനാണ്, പരാജയപ്പെട്ടു. നേമത്ത് മുരളീധരൻ ഇതേ വിഷയം ഉന്നയിക്കുന്നു, പരാജയപ്പെട്ടു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ ഇങ്ങനൊരു ഡീൽ ആരോപണം കേരളത്തിൽ പല ഘട്ടങ്ങളിലും ഈ ഡീൽ ആരോപണം ഉന്നയിക്കുമ്പോൾ ആ ഡീൽ ആരോപണം ഉന്നയിച്ച ആളുകൾ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നത് കാണുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സംശയമാണ്, ഡീൽ ആരോപണം തെരഞ്ഞെടുപ്പിന് മുൻപ് ഉന്നയിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ആത്മവിശ്വാസക്കുറവിൽ നിന്നാണ്. അപ്പോൾ ലീഡിലുള്ള ആത്മവിശ്വാസക്കുറവാണ് ഡീൽ എന്ന ആരോപണത്തിന് പിന്നിലെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുൻകാലങ്ങളിലെല്ലാം അങ്ങനെ ചരിത്രം നമ്മളോട് പറയുന്നുണ്ട്. പാലക്കാട് CPM ഇതേ ഡീൽ ആരോപണം ഉന്നയിച്ചു, അത് ഡീലായിരുന്നില്ല, അത് വ്യക്തമായിട്ടുള്ള ധാരണയായിരുന്നു എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അത് ജമാഅത്തെ ഇസ്ലാമിയുമായി SDP അവർക്ക് പുറത്തുനിന്ന് പിന്തുണ നൽകുകയും SDP ഇത് ആഘോഷമാക്കുന്നത് കണ്ടു. അന്ന് CPM ആണ് പാലക്കാട്ട് ഡീൽ ആരോപണം ഉന്നയിക്കുന്നത്. ആ ഡീൽ ആരോപണത്തിൽ CPM അവിടെ പരാജയപ്പെടുന്നു. നേമത്ത് കോൺഗ്രസ് ആണ് ഡീൽ ആരോപണം ഉന്നയിക്കുന്നത്, നേമത്ത് കോൺഗ്രസ് പരാജയപ്പെടുന്നു. തൃശ്ശൂരിൽ കോൺഗ്രസ് ആണ് ഡീൽ ആരോപണം ഉന്നയിക്കുന്നത്, അവിടെ പരാജയപ്പെടുന്നു. അപ്പോൾ പരാജയഭീതി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ആരോപണമാണോ ഡീൽ എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ ഈ വിഷയത്തിൽ എനിക്ക് കൗതുകമുള്ളത്. ഇനി നമുക്ക് കണക്കുകളിലേക്ക് കൂടി വരാം. യഥാർത്ഥത്തിൽ മാധു പറഞ്ഞതുപോലെ ഈ 1.4% മറ്റുമോ മത്സരിച്ച സീറ്റുകളിൽ വോട്ട് ഷെയറുള്ള ഒരു പാർട്ടിയാണ്. പക്ഷേ അങ്ങനെയല്ല, SDP അങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ല. മാധു, തള്ളിക്കളയാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും രാഷ്ട്രീയ പ്രസക്തി ആ അർത്ഥത്തിൽ ആശയപരമായി ഉണ്ട് എന്ന അർത്ഥത്തിലല്ല. കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ SDP എന്ന പ്രസ്ഥാനം കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ 102 ഇടങ്ങളിൽ വിജയിച്ചിട്ടുണ്ട്. ആ 102 വിജയങ്ങളിൽ 2 കോർപ്പറേഷനുകളിലെ കൗൺസിൽ സീറ്റുകളുണ്ട്, 8ഓളം മുനിസിപ്പാലിറ്റികളിലുണ്ട്, 2 ബ്ലോക്ക് പഞ്ചായത്തുകളിലുണ്ട്, 91ഓളം ഗ്രാമപഞ്ചായത്തുകളിൽ അവർക്ക് പ്രതിനിധികളുണ്ട്. ഇത് ചെറിയ കഥയല്ല. കാരണം അത് മനസ്സിലാക്കണമെങ്കിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കൊന്ന് പരിശോധിക്കണം. 26 സീറ്റുകളിൽ 5000-ൽ താഴെയാണ് ഭൂരിപക്ഷം. 26 സീറ്റുകളിൽ 5000-ൽ താഴെ ഭൂരിപക്ഷമുണ്ട്. ഈ SDP-ക്ക് പല മണ്ഡലങ്ങളിലും 3000,
4000, 5000, 7000, 7500, 8000, 11000 വോട്ടുകളുണ്ട്. ഇപ്പോൾ വേങ്ങരയിൽ 10,000 വോട്ടുകൾ വേണമെങ്കിൽ SDP അവിടെ സമാഹരിക്കാൻ സാധിക്കും. കഴിഞ്ഞ തവണ സഭാഹ അവിടെ മത്സരിച്ചത് സ്വതന്ത്രനായിട്ടാണ്, SDP സ്ഥാനാർത്ഥിയായിട്ടല്ല. SDP പുറത്തുനിന്ന് പിന്തുണച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. 11,000 വോട്ട് വേങ്ങരയിൽ നേടി. പക്ഷെ അവിടെ ഒന്നും സംഭവിച്ചില്ല. 30,000 വോട്ടിൽ PK കുഞ്ഞാലിക്കുട്ടി വിജയിച്ചു. അപ്പോൾ SDP തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രകടനം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 92 തദ്ദേശ സ്ഥാപനങ്ങളിൽ സീറ്റുകൾ ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അത് ചെറിയ കണക്കല്ല. മാത്രമല്ല ഈ 26 മണ്ഡലങ്ങളിലെ 5000-ൽ താഴെ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ SDP വേണ്ടി വന്നാൽ ഒരു റിസൾട്ട് അതേ റിസൾട്ടാണ് വരുന്നതെങ്കിൽ മാറ്റിമറിക്കാൻ കഴിയും. ഒന്ന് നോക്കൂ, പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരം 38 വോട്ടിനാണ് ജയിച്ചത്. അവിടെ SDP വോട്ട് കുറവാണെന്നാണോ? SDP വോട്ട് പെരിന്തൽമണ്ണയിൽ ഇക്കുറി ആർക്കാ? UDF അനുകൂലമായിട്ട്. അവിടെ വേറൊരു തർക്കവുമില്ല. കുറ്റ്യാടിയിൽ CPM 333 വോട്ടിനാണ് CPM-ന്റെ KP കുഞ്ഞമ്മദ്കുട്ടി ജയിക്കുന്നത്. 333 വോട്ട്. അവിടെ SDP വോട്ട് നിർണായകമല്ലേ? 1000-1500 SDP വോട്ടുകൾ ഉണ്ടെങ്കിൽ അത് വളരെ നിർണായകമാണ്. കുറ്റ്യാടിയിൽ 333 ഭൂരിപക്ഷം. പിന്നെ മഞ്ചേശ്വരമാണ് ഏറ്റവും കുറവ് ഭൂരിപക്ഷമുള്ള മൂന്നാമത്തെ മണ്ഡലമാണ് മഞ്ചേശ്വരം. മഞ്ചേശ്വരത്ത് 745-800 വോട്ടിൽ താഴെ മാത്രമാണ് കഴിഞ്ഞ തവണ AK അഷ്റഫ് നേടുന്നത്. അതിന് തൊട്ട് മുമ്പ് ഓർമ്മിക്കണം, ഉപതെരഞ്ഞെടുപ്പല്ല, 2016-ൽ 89 വോട്ടാണ് സുരേന്ദ്രൻ പരാജയപ്പെടാൻ കാരണമായത്. അപ്പോൾ 89 വോട്ടും 755 വോട്ടും ഒക്കെ നിർണായകമായ മഞ്ചേശ്വരത്ത് 7500 വോട്ടുകളുള്ള SDP വോട്ട് നിർണായകമാണ്. അത് ആർക്കാണ് നിർണായകം? അത് CPM-നാണോ? അല്ല. അതാണ് ഈ ചർച്ചയിലെ ഒരു കൗതുകം. മഞ്ചേശ്വരത്ത് SDP 7500 വോട്ട് LDF-ന് കിട്ടിയ LDF-ലെ ജയാനന്ദ് ജയിക്കും ഈ പാനലിൽ ഇരിക്കുന്ന ആരെങ്കിലും പറയൂ? ജയാനന്ദ് ജയിക്കില്ല. ആ SDP വോട്ട് കിട്ടിയാൽ മാത്രമാണ് ജയിക്കില്ല. കോൺഗ്രസിൽ നിന്നും ലീഗിൽ നിന്നും വോട്ട് ഇറങ്ങി വരണം. BJP-യിൽ നിന്നുള്ള ക്രോസ് വോട്ടിംഗ് നടക്കണം. പക്ഷേ BJP-യിൽ നിന്നുള്ള ക്രോസ് വോട്ടിംഗ് മഞ്ചേശ്വരത്ത് നടക്കില്ല. കാരണം എന്താ? അവിടെ മത്സരിക്കുന്നത് K സുരേന്ദ്രനാ. അപ്പോൾ SDP മഞ്ചേശ്വരത്ത് എടുക്കുന്ന ഒരു തീരുമാനം യഥാർത്ഥത്തിൽ ആരെ പിന്തുണയ്ക്കും? K സുരേന്ദ്രനെയാണ് പിന്തുണയ്ക്കുക, ജയാനന്ദനെ അല്ല. അതുകൊണ്ട് മഞ്ചേശ്വരത്തെ വോട്ട് ഏതെങ്കിലും തരത്തിൽ ജയാനന്ദയ്ക്ക് കിട്ടിയത് കൊണ്ട് വിജയിക്കുമെന്ന് പറയാനേ കഴിയില്ല. 3ാം സ്ഥാനത്താണ് അവിടെ CPM നിൽക്കുന്നത്. അതാണ് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി ഒരു കാര്യം കൂടി പറയാം. യഥാർത്ഥത്തിൽ CPM-മായി ഒരു ഡീലുമില്ല എന്ന് പറയുന്ന അതേ SDP മഞ്ചേശ്വരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മഞ്ചേശ്വരത്ത് മുസ്ലിം ലീഗാണ് തങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ ആവശ്യപ്പെട്ടത്. അപ്പോൾ ഡീലാർക്ക് തമ്മിലാ? മുസ്ലിം ലീഗും SDP-യും തമ്മിലാണോ ഡീലെന്ന് വേണമെങ്കിൽ ചോദിച്ചൂടെ? പക്ഷെ നമ്മൾ അങ്ങനെ ചോദിക്കില്ല. മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഒരു ഡീലുണ്ട്. ആ ഡീല് UDF-ന് വേണ്ടി SDP സ്ഥാനാർത്ഥി പിൻവലിച്ചതാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. നേരത്തെ പിയാസുൽ പറഞ്ഞതുപോലെ അവിടെയുള്ള AK അഷ്റഫിനെതിരെ ഈ SDP-ക്കുള്ളിൽ ഒരു പൊതുവികാരമുണ്ട്. ആ പൊതുവികാരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ AK അഷ്റഫ് SDP-ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചില്ല. ആ 7500 വോട്ടിൽ ബഹുഭൂരിപക്ഷവും ഇക്കുറി AK അഷ്റഫിനെതിരായിട്ട് പോൾ ചെയ്യപ്പെടും. അതാണ് അവിടുത്തെ വസ്തുത. അത് CPM-യുമായിട്ടുണ്ടാക്കിയ ഡീലല്ല, AK അഷ്റഫ് ഉണ്ടാക്കി വെച്ച വിനയാണ്. അഥവാ AK അഷ്റഫ് SDP-യുമായിട്ട് ധാരണയിൽ എത്താത്തതിന്റെ ഭാഗമായിട്ടാണ് അവിടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതും പിന്നീട് സ്ഥാനാർത്ഥിയെ പിൻവലിക്കുമ്പോൾ പോലും വിമത SDP സ്ഥാനാർത്ഥി അന്ന് പറയുന്ന വാചകം തന്നെ നമ്മൾ കേട്ടതാണ്. മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് അത് പിൻവലിക്കുന്നത് എന്നുള്ളതാണ്. ഇതാണ് ഒരു ഭാഗം. അപ്പോൾ മഞ്ചേശ്വരത്തെ ഡീൽ ആരാണ് എന്നുള്ളത് വളരെ ക്ലിയർ ആണ്, എക്സ്പ്ലിസിറ്റ് ആണ്. അത് UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി പിൻവലിച്ചു. പക്ഷേ അത് ജില്ലാ നേതൃത്വം UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യൂല. അതാണ് അവിടുത്തെ വസ്തുത. അത് CPM-ന്റെ തലയ്ക്ക് കൊണ്ടിട്ട് ഒരു കാര്യമില്ല. ഇനി നമുക്ക് മങ്കടയിലേക്ക് വരാം. മങ്കടയിൽ എന്താ സ്ഥിതി? മങ്കടയിൽ മത്സരിക്കുന്നത് ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ്, CPM-ന്റെ സ്ഥാനാർത്ഥിയല്ല. അവിടെ കുന്നത്ത് മുഹമ്മദ് കഴിഞ്ഞ തവണ വലിയ പരാജയം നേരിട്ടതാണ് മങ്കടയിൽ CPM-ന്. പ്രേക്ഷകർക്കറിയാവുന്ന പോലെ മഞ്ഞളാംകുഴി അലി ആയിരുന്നു സ്ഥാനാർത്ഥി. മഞ്ഞളാംകുഴി അലി കഴിഞ്ഞ തവണ മങ്കടയിൽ 6246 വോട്ടിനാണ് വിജയിച്ചു പോകുന്നത്. ഏകദേശം 5000-6000 വോട്ട് ഒരു പക്ഷേ SDP-ക്ക് മങ്കട മണ്ഡലത്തിൽ ഉണ്ടാവും. അവിടെ ഈ T അഹമ്മദ് കബീർ 1508 വോട്ടിനാണ് തൊട്ട് മുമ്പ് വിജയിച്ചു പോയത്. 2016-ൽ വിജയിച്ചു പോയത്. മങ്കടയിൽ SDP വോട്ട് ആ ഘട്ടത്തിൽ 2016-ലെ വോട്ടിംഗ് പാറ്റേൺ ആണ് വരുന്നതെങ്കിൽ വളരെ നിർണായകമാണ്. കാരണം അവിടെയുള്ള SDP വോട്ടുകൾക്ക് വിജയപരാജയങ്ങൾ നിശ്ചയിക്കാൻ കഴിയും. പക്ഷേ അതിന് കുന്നത്ത് മുഹമ്മദ് ലീഗിൽ നിന്നുള്ള വോട്ടുകൾ കൂടി സമാഹരിക്കണം. കുന്നത്ത് മുഹമ്മദ് ലീഗിൽ നിന്നുള്ള വോട്ടുകൾ കൂടി സമാഹരിച്ചാൽ മാത്രമേ 2021-ലെ 6246 എന്ന ഭൂരിപക്ഷത്തെ മറികടക്കാൻ കഴിയൂ. എങ്കിൽ മാത്രമേ അത് അവിടെ വിജയിക്കൂ. നിലവിൽ കുന്നത്ത് മുഹമ്മദിന് SDP-യുമായിട്ട് ബന്ധമുണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കുന്നത്ത് മുഹമ്മദിന് അനുകൂലമായിട്ടൊരു തീരുമാനം അവിടെ എടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഞാൻ ഏറ്റവും ഒടുവിൽ SDP-യുടെ നേതാവുമായിട്ട് CP ലത്തീഫുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് അങ്ങനെ ഏതെങ്കിലും മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രാദേശിക പിന്തുണയ്ക്ക് അവർ ഇക്കുറി ഇല്ല എന്നുള്ളതാണ്. പകരം സംസ്ഥാന തലത്തിലൊരു തീരുമാനമുണ്ടാവും.
അതുടനെ ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കണക്കുകളും നമ്മൾ മനസ്സിലാക്കിയാൽ മഞ്ചേശ്വരത്ത് നിലവിൽ UDF പറഞ്ഞിട്ടാണ് സ്ഥാനാർത്ഥിയെ പിൻവലിച്ചിരിക്കുന്നത്. മങ്കടയിലാണെങ്കിൽ നിലവിൽ LDF സ്ഥാനാർത്ഥിയെ അഭ്യർത്ഥിക്കുകയോ ഏതെങ്കിലും തരത്തിൽ ഡീൽ ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് MA ബേബിയുടെയും CP ലത്തീഫിന്റെയും വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. 2016 അവിടെ 1456 വോട്ടാണുള്ളത്. മാർജിൻ 1508 വോട്ടാണ്. സ്വാഭാവികമായും നിർണായകമായ ഒന്നാണ്. പക്ഷെ അവിടെ നിന്ന് 2021 വരുമ്പോൾ 2016 വോട്ടിംഗ് പാറ്റേൺ ആവർത്തിക്കുകയാണെങ്കിൽ മാത്രം. പക്ഷേ മഞ്ഞലാംകുഴിക്കലിക്കുണ്ട്. പിന്നെ ഞാൻ എന്റെ അവിടെ വിജയിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ വേണം? അവിടെ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ലീഗിൽ നിന്നുള്ള വോട്ട് കുന്നത്ത് മുഹമ്മദ് സ്വരൂപിക്കണം. ലീഗിൽ നിന്നൊരു നല്ല ചങ്ക് വോട്ട് പിളർന്നാൽ മാത്രമേ അവിടെ കുന്നത്ത് മുഹമ്മദിന് വിജയിക്കാൻ സാധിക്കൂ. ആകെ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് SDP യോടുള്ള രാഷ്ട്രീയ നിലപാടുമായി ബന്ധപ്പെട്ടിട്ടില്ല. അല്ല, ഞാൻ എന്റെ അഭിപ്രായം പറയട്ടെ മാധു, ഞാനത് പറഞ്ഞോട്ടെ, എന്റെ നിലപാടെന്ന് പറഞ്ഞോട്ടെ. അപ്പൊ രണ്ടാമത് ഞാൻ ഈ കണക്കുകൾ വെച്ച് പറയാനുള്ള കാരണം നേരത്തെ അങ്ങോട്ട് സംശയം ഉണ്ടായതുകൊണ്ടാണ്. ഈ ഡീൽ എന്തുകൊണ്ട് നിരാകരിക്കുന്നില്ല എന്ന ചോദ്യത്തിന് CPMന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞ വാചകം ഞാൻ വായിച്ചു കഴിഞ്ഞല്ലോ. ഇതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പൊ ജയാനന്ദ് വോട്ട് സ്വീകരിച്ചു എന്ന് എങ്ങനെ പറയാൻ പറ്റും? ജയാനന്ദ് വോട്ട് സ്വീകരിച്ച് ജയിക്കൂല അവിടെ. ഇനി ജയാനന്ദയ്ക്ക് SDP മുഴുവൻ വോട്ട് കൊടുത്താൽ പോലും ജയാനന്ദ നിലവിൽ മഞ്ചേശ്വരത്ത് വിജയിക്കില്ല. പക്ഷെ അവിടെ വിജയിച്ച് കയറാൻ പോകുന്നത് K സുരേന്ദ്രനായിരിക്കും. K സുരേന്ദ്രനെ വിജയിപ്പിക്കണോ വേണ്ടോ എന്നുള്ളത് CPM ആണോ തീരുമാനിക്കുന്നത്? അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇത് പ്രശ്നം രമേശ് ചെന്നിത്തല ഇന്നിപ്പോൾ VD സതീശൻ നേരത്തെ ഉന്നയിച്ച BJP ഡീൽ ആരോപണത്തെ റദ്ദ് ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തലയുടെ SDP ആരോപണം എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. ഇനി വേങ്ങരയിലേക്ക് വരാം. വേങ്ങരയിൽ സബാഹ് SDP സ്ഥാനാർത്ഥിയായിരുന്നു. അല്ല, സബാഹ് അവിടെ കഴിഞ്ഞ 5 വർഷവും മണ്ഡലത്തിൽ ഇക്കുറി LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ മത്സരിക്കുമെന്ന് ഏകദേശം ഉറപ്പിച്ച് വിശ്വസിച്ച ആളാണ്. പക്ഷേ സബാഹിന് കഴിഞ്ഞ നമ്മുടെ SDP പുറത്തുനിന്ന് പിന്തുണ നൽകിയിരുന്നു. സ്വതന്ത്രനായി മത്സരിച്ച സബാഹിന് അവിടെ 11,000 വോട്ട് സമാഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇക്കുറിയും ഏതെങ്കിലും തരത്തിൽ സബാഹ് SDPയുടെ വോട്ടിന് വേണ്ടിയിട്ട് അഭ്യർത്ഥന നടത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഒരു വേദിയിൽ പോലും ഞാൻ മനസ്സിലാക്കിയിട്ടില്ല സബാഹ് SDP വേദിയിൽ എത്തിയതായിട്ട് എനിക്കറിയില്ല. SDP ചില നേതാക്കൾ 2021 തിരഞ്ഞെടുപ്പിൽ സബാഹിനോടൊപ്പം നടന്ന ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതിനർത്ഥം അദ്ദേഹം SDP സ്ഥാനാർത്ഥിയാണെന്നോ SDP പൂർണ്ണ പിന്തുണ പുറത്തുനിന്ന് സ്വീകരിച്ചിട്ടുണ്ടോ ഉണ്ട് എന്നുള്ളതല്ല. അവിടെയും നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു ഫൈറ്റ് വരുന്നു എന്ന തോന്നലിൽ നിന്നാണോ ഈ സംശയം എന്ന് ചോദിച്ചാൽ നമുക്കത് തള്ളിക്കളയാൻ കഴിയില്ല. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് കാസർഗോട്ടാണ്. അത് കാസർഗോട്ട് ഷാനവാസ് പാദൂരിനെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? മഞ്ചേശ്വരത്ത് ഷാനവാസ് പാദൂരിനെ നിർത്തിയാൽ കേരളത്തിൽ CPM ആക്ഷേപം നേരിടും. ഏതാക്ഷേപം? അവിടെ മഞ്ചേശ്വരത്ത് K സുരേന്ദ്രനെ വിജയിപ്പിച്ചത് CPM ആണ് എന്ന ഒരു വിമർശനം നേരിടും. അതുകൊണ്ടുകൂടിയാണ് ജയാനന്ദയെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചതും ഷാനവാസ് പാദൂരിനെ കാസർഗോട്ടേക്ക് മാറ്റുന്നതും. ആ കാസർഗോട്ട് ഷാനവാസ് പാദൂർ പിടിക്കുന്നതിന്റെ ഉത്തരവാദിത്വം അത് അവിടുത്തെ ലീഗ് സ്ഥാനാർത്ഥിക്കാണ്. അവിടുത്തെ ലീഗ് സ്ഥാനാർത്ഥി കല്ലട്ടർ മൈൻഹാജിക്കെതിരെ ലീഗിനുള്ളിൽ തന്നെ പല ശബ്ദങ്ങളും ഉണ്ട് എന്നുള്ളതും അറിയാമല്ലോ. അപ്പൊ അതുകൊണ്ട് ആ ആരോപണവും നിലനിൽക്കില്ല. അതുകൊണ്ട് ഡീലുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒറ്റ വാചകം പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പോൾ ഈ ഡീൽ ആരോപണം വരുന്നത് ലീഡിലുള്ള ആത്മവിശ്വാസം കുറയുമ്പോഴാണ്. പക്ഷേ എനിക്ക് മനസ്സിലാവാതെ പോകുന്നത് ഇപ്പോഴും ഈ ഡീൽ ആരോപണങ്ങൾ ഉന്നയിച്ച് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. നുണകളിലൂടെ ഡീൽ ആരോപണങ്ങളിലൂടെ ഈ തെരഞ്ഞെടുപ്പിനെ ഹൈജാക്ക് ചെയ്യാൻ ഒരു ശ്രമം നടക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ വ്യക്തമായും തിരിച്ചറിയണം. ഏറ്റവും ഒടുവിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ 2 പ്രധാനപ്പെട്ട കള്ളത്തരങ്ങൾ കൂടി ഇന്ന് പറഞ്ഞ് എനിക്കിത് അവസാനിപ്പിക്കാൻ പറ്റൂ. ഒന്ന്, വയനാടുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ്. നമ്മൾ ചോദിച്ച ചോദ്യത്തിന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ മറുപടി വയനാട്ടിൽ അവിടെ പണി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു ചോദ്യത്തിനുള്ള മറുപടി സർക്കാർ ഭൂമി തരുമെന്ന് കാത്തിരുന്നു എന്നുള്ളതാണ്. ഇത് രണ്ടും പച്ച കള്ളമാണ്. ഈ നിമിഷം വരെ മേപ്പാടി പഞ്ചായത്തിൽ നിന്ന് ടൗൺ പ്ലാനിങ്ങിനുള്ള ഒരു അനുമതി കിട്ടിയിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടുത്തെ ബിൽഡിങ്ങിന്റെ നിർമ്മാണത്തിന് ചുമതലയേറ്റിരിക്കുന്ന ടോണിക്ക് എത്ര വിസ്തൃതിയിൽ ഏതൊക്കെ ഇടങ്ങളിൽ എങ്ങനെ കൃത്യമായിട്ട് വീട് നിർമ്മിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വിവരവും ഇതുവരെ ലഭ്യമായിട്ടില്ല. അവിടെ ഒരു കല്ലിന്മേൽ മറ്റൊരു കല്ല് ഇതുവരെ വന്നിട്ടില്ല. പരസ്പരം ആ കോമ്പൗണ്ട് ഒന്ന് മറയ്ക്കുക മാത്രമാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാവുന്നത്. സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ പറയാം. സർക്കാരിന്റെ റവന്യൂ വകുപ്പിലേക്കോ മുഖ്യമന്ത്രിയുടെ അടുത്തേക്കോ കോൺഗ്രസിന്റെ രേഖാമൂലമുള്ള ഒരു കത്തും ഈ ഞങ്ങൾക്ക് വയനാട് ഭൂമി സർക്കാർ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കത്തും എത്തിയിട്ടില്ല. പ്രതിപക്ഷ നേതാവിനോടുള്ള എൻ്റെ ലളിതമായൊരു ചോദ്യം, അങ്ങനെ ഒരു കത്ത് UDFന്റെ ഭാഗത്തു നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വിടണം എന്നുള്ളതാണ്. അതല്ലാതെ ഈ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ വിഡ്ഢികളാക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കരുത് എന്നുള്ളതാണ്. കുറച്ചെങ്കിലും ആ കാര്യത്തിൽ ഒരു സത്യസന്ധത കാണിക്കണം. അതിൽ വയനാട് ഭൂമി സർക്കാർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല. സർക്കാരിനോട് ഭൂമി കോൺഗ്രസ് ചോദിച്ചത് ഔദ്യോഗികമായി ചോദിച്ചതിന്റെ ഒരു രേഖയും റവന്യൂ വകുപ്പിലില്ല, അഥവാ റവന്യൂ വകുപ്പിനെ കൈമാറിയിട്ടില്ല. ഈ 2 കാര്യങ്ങളും നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴാണ് പ്രതിപക്ഷ നേതാവ് വയനാടിനെ സംബന്ധിച്ച് ഈ കള്ളം പറയുന്നതും ഡീൽ ആരോപണവുമായി വരുന്നതും യഥാർത്ഥത്തിൽ വികസനം ചർച്ചയാക്കാതിരിക്കാൻ വേണ്ടിയാണ് എന്നുള്ള എന്റെ നിലപാട് ഞാൻ ആവർത്തിക്കും. ഈ വയനാടുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് അത് വ്യക്തത അന്ന് തന്നെ വരുത്തിയിരുന്നു. ആദ്യഘട്ട ഭൂമിയുടെ വീടുകളുടെ ഉദ്ഘാടനം ഉണ്ടല്ലോ, ആ സമയത്ത് ഞാൻ
എനിക്ക് ക്ലാരിറ്റി വരുത്താനുണ്ട്. അത് എൻ്റെ പേര് കൂടി അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ്. ഡീലില്ല എന്ന് പറഞ്ഞു തന്നെയാണ് ഞാൻ തുടങ്ങിയത്. SDP-യോടുള്ള രാഷ്ട്രീയ അഭിപ്രായത്തിൽ ഈ രണ്ട് തെരഞ്ഞെടുപ്പുകൾക്കിടയിൽ വന്ന രാഷ്ട്രീയ മാറ്റം മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പാറ്റേൺ വെച്ചിട്ടാണ് ഞാൻ കഴിഞ്ഞ തവണത്തെ വോട്ട് ശതമാനം പറഞ്ഞത്. ഇനി ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ 1200-ലധികം തദ്ദേശ സ്ഥാപനങ്ങളുണ്ട് കേരളത്തിൽ. അതിൽ ഇത്രയും തദ്ദേശ സ്ഥാപനങ്ങൾ സ്വന്തമാക്കിയത് കൊണ്ട് SDP ഒരു നിർണായക ഘടകമാണെന്ന് തീരുമാനിച്ചാൽ തള്ളിക്കളയാൻ പറ്റില്ലെങ്കിൽ ചേർത്തിരുത്തുക എന്നുള്ളതാണ് രാഷ്ട്രീയ നിലപാടെങ്കിൽ ആവാം. ശരി. Meet the editors.